ഹൈ സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് അപ്രോച്ച് ആണ് MIRR മെത്തേഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണെന്നുള്ളതാണ് പഠിച്ചതും NPV ആയിട്ട് കണക്ട് ചെയ്തിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ ഒന്നും കൂടി ഈ IRR മെത്തേഡിനെ മോഡിഫൈ ചെയ്യണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ IRR മെത്തേഡിനുള്ള ലിമിറ്റേഷൻസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ ലിമിറ്റേഷൻസിനെയും കൂടി ഓവർകം ചെയ്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് വന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് എന്ത് വന്നത്, മോഡിഫൈഡ് എന്ന് വരാനുള്ള കാരണം. ഇതിനെ തന്നെ മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ടെർമിനൽ റേറ്റ് ഓഫ് റിട്ടേൺ TRR എന്നായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു MIRR എന്ന് പറയുന്നത് കുറച്ചുകൂടി ആക്യുറേറ്റ് വേർഷൻ ആണ്. ഈ ഒരു ട്രഡീഷണൽ ഇന്റേണൽ TRRനെക്കാട്ടിലും കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഈ MIRR എന്ന് പറയുന്നത്. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ എന്താണോ പ്രോബ്ലം ഫേസ് ചെയ്തത് അതിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ MIR മെത്തേഡിൽ ക്യാഷ് ഇൻഫ്ലോസ് ഒക്കെ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോ വർഷവും കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഇൻഫ്ലോസ് ഉണ്ടാവുമല്ലോ, അതിനെന്ത് ചെയ്യറിയോ, വീണ്ടും അടുത്ത വർഷങ്ങളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എ ലംസം എമൗണ്ട് ഈസ് റിസീവ്ഡ് അറ്റ് ദ എൻഡ്. എന്നിട്ട് എന്തുണ്ടാവും, എപ്പോഴാണോ പ്രൊജക്ടിന്റെ കാലയളവ് കഴിയുന്നത് ആ സമയത്തേക്ക് ഒരു തുക ഒന്നിച്ച് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് ടെർമിനൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഇറ്റ് ഷാൽ ബി ഡിസ്കൗണ്ടഡ് വിത്ത് ദ ലാസ്റ്റ് ഇയേഴ്സ് ഡിസ്കൗണ്ട് ഫാക്ടർ ടു കാൽക്കുലേറ്റ് ദ പ്രസന്റ് വാല്യൂ. ലാസ്റ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യറിയോ, അതിനെ ഡിസ്കൗണ്ട് ചെയ്യും. എന്നിട്ട് പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ എല്ലാ ക്യാഷ് ഇൻഫ്ലുവൻസിനെയും എന്താ ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യണം. ഏതാണോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആ റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ വരികയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഇക്വേഷൻ ഇവിടെ പറയുന്നുണ്ട്. MIRR ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഹോൾ റേസ് ടു 1/n-1. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്ന ക്യാഷിനൊക്കെ നമ്മൾ എന്താ ചെയ്യാന്നാ പറഞ്ഞത്, അടുത്ത നെക്സ്റ്റ് ഇയേഴ്സിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ നമുക്ക് അറിയേണ്ടത്, ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്ര വർഷം കഴിയുമ്പോൾ എൻ്റെ ഫ്യൂച്ചർ വാല്യൂ എന്തായിരിക്കും എന്നാണ് അറിയേണ്ടത്. അതുകൊണ്ട് ക്യാഷ് ഇൻഫ്ലോന്റെ ഫ്യൂച്ചർ വാല്യൂവിനെ കാണാം, ഡിവൈഡ് ചെയ്യേണ്ടത് നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ പ്രസന്റ് വാല്യൂ അറിയാം. അതിന് എത്ര കാലത്തേക്കാണോ നമ്മുടെ പ്രൊജക്റ്റ് വരുന്നത് അതാണ് 1/n-1 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതിൽ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് ഓരോ വർഷവും കിട്ടുന്ന ക്യാഷിനെ പ്രൊജക്റ്റിന്റെ കാലയളവ് എത്ര വർഷമാണോ അവിടേക്ക് അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക, അതിന്റെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുകൊണ്ട്. പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഇൻവെസ്റ്റിനെ കോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് വെച്ച് ഡിസ്കൗണ്ട് ചെയ്ത് കാണുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്.